ഹായ് ഗൈസ്, ആക്ച്വലി എനിക്ക് എന്ത് പറഞ്ഞ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സംഭവം വേറൊന്നുമല്ല, നിങ്ങൾക്ക് കടം വന്നിട്ടുണ്ടോ? ആ കടം വന്നിട്ട് നിങ്ങളത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടോ? എന്തൊക്കെയുള്ള ഞാൻ പറയണേ, എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നിന്ന് ട്രിപ്പോ അങ്ങനെയല്ല. ഈ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാഗമാണ് ഗൈസ്. നമ്മളത് മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. ബിക്കോസ് വേറൊന്നുമല്ല, നമ്മൾ കടം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ കുറേ കാര്യങ്ങൾ നടപ്പിലാക്കാനും നേടാനും വേണ്ടിയിട്ടൊക്കെ ഇരിക്കും. പക്ഷെ നമ്മുടെ കുറേ സാഹചര്യങ്ങൾ മൂലം ചിലപ്പോൾ നമുക്ക് ഈ കടങ്ങളൊന്നും വീട്ടാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ കട ഇങ്ങനെ കൂടി വരുമ്പോഴത്തേക്കും അവസാനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്. അതാണ് ഓപ്ഷൻ. ഏതാണെന്നറിയാമോ? ആത്മഹത്യ, സൂയിസൈഡ്. ഇതാണ് അവസാനത്തെ ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അതെങ്ങനെയെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സീനുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പുള്ളിയുടെ കയ്യിൽ കുറച്ച് വണ്ടികൾ കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഈ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ വെഹിക്കിൾസും ഉണ്ട്, അതുപോലെ തന്നെ പേഴ്സണൽ യൂസ് ചെയ്യുന്ന കാറ്, ബൈക്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ലോണാണ് എടുത്തേക്കുന്നത്. പക്ഷേ ഓട്ടം കുറവായതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ കാരണം ഇതിൻ്റെ ഒന്നും ലോണൊന്നും പ്രോപ്പറായിട്ട് അടച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ കുറേ പൈസ പെൻഡിങ് കൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഈ കസ്റ്റമറിൻ്റെ അടുത്ത് സമീപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും വണ്ടികളും എങ്ങനെയെങ്കിലും ഒന്ന് കൊടുത്ത് സെയിലാക്കണമല്ലോ, എന്നിട്ട് വേണം ഇതൊക്കെ ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും പുള്ളി എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ഇതും നടന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തൂങ്ങി മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ചേട്ടൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമാണെന്ന് ഞാൻ പറയുള്ളൂ. ബിക്കോസ് നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന പോലെ ഇരിക്കാതെ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ആശ്വസിപ്പിച്ചു. ആക്ച്വലി ഞാനാണെങ്കിൽ പോലും ഈ ഒരു വണ്ടി കച്ചവടത്തിലേക്ക് ക്യാമറയും തൂക്കി വന്ന് വണ്ടി സെയിൽ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ വന്നാണ് ട്രിപ്പ് പോകണം, കുറേ എക്സ്പ്ലോർ ചെയ്യണം, കുറേ ലോകം കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. പക്ഷേ ഒരു പണി കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വാശിയായി. എന്തായാലും എന്നാൽ പിന്നെ വണ്ടി കച്ചവടം ചെയ്ത് തന്നെ കാണിച്ചിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു വാശിയായി. അങ്ങനെ നമ്മൾ എന്താ പറയുക, സ്വന്തമായിട്ട് വണ്ടികളൊക്കെ എടുക്കാനായിട്ട് തുടങ്ങി. നല്ല വണ്ടികൾ എന്ന് പറഞ്ഞാൽ നല്ല വണ്ടികളൊക്കെ കസ്റ്റമർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. ഇന്നും ഞാൻ എടുത്ത് കൊടുത്തേക്കുന്ന വണ്ടികൾ ഞാൻ വിറ്റതിൽ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. ബിക്കോസ് അതുപോലെ ഞാൻ നോക്കിയാണ് ഓരോ വണ്ടികൾ ഞാൻ ഓരോ കസ്റ്റമർക്ക് ഞാൻ എടുത്തു കൊടുത്തേക്കണം. ഇന്നും എൻ്റെ അടുത്ത് നിന്ന് വണ്ടി എടുത്തേക്കുന്ന കസ്റ്റമർ തന്നെ വീണ്ടും എൻ്റെ അടുത്ത് നിന്ന് തന്നെ വണ്ടികൾ എടുത്തുകൊണ്ട് പോയ കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു പടിയിലേക്ക് നമ്മൾ കയറാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നലെയൊക്കെയായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിനി കുറച്ച് വണ്ടികൾ എടുക്കാനായിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഇത്രയും നാൾ യൂട്യൂബിൽ നിന്നിട്ട് എന്തുണ്ടാക്കി, എന്ത് കിട്ടി എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ എൻ്റെ പ്രൊമോഷൻ്റെയും അതുപോലെ തന്നെ വണ്ടി സെയിൽ ചെയ്തതിൻ്റെയൊക്കെ പൈസ എത്ര രൂപ കിട്ടിയിട്ടുണ്ട്, എന്ത് കാണിച്ചു എന്നൊക്കെ ഉള്ളത് നിങ്ങളോട് ഞാൻ വഴിയേ ഞാൻ പറയാം. അതെല്ലാം ഞാൻ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും. ഇപ്പം ഭൂരിഭാഗം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കൂടെ ഞാൻ പറയാറുള്ളൂ. കാരണം എല്ലാം കാണിച്ച് കഴിഞ്ഞിട്ട് എന്തിനാണ്? അല്ലെങ്കിൽ തന്നെ എന്തു ചെയ്താലും അതിൽ കുറ്റവും കുറവും കാണാൻ മാത്രമേ എല്ലാവർക്കും നേരമുള്ളൂ. എന്നാൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും നിൽക്കുകയില്ല, വരെയില്ല. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായതാണ്. ബിക്കോസ് നമ്മൾ ഒരു പ്രശ്നത്തിൽ നിന്നപ്പോഴത്തേക്കും ഒറ്റപ്പെട്ടൊരവസ്ഥയുണ്ട്. ആ സമയത്ത് ഒരു മാങ്ങാണ്ടികളും ഉണ്ടായിരുന്നില്ല നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അതിനെ പറ്റിയിട്ട് ഇനിയിപ്പോൾ ഞാൻ പറയണമെന്നില്ല. റിഗ്രറ്റ് ചെയ്തൊരു സമയമുണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ എടുത്തേക്കുന്ന ഒരുപാട് തീരുമാനങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് മാത്രമാണ്. ബാക്കിയുള്ള എല്ലാ തീരുമാനങ്ങളും എനിക്കറിയാം. ഞാൻ ഏകദേശം പ്ലാൻ ചെയ്ത് എല്ലാം ആ ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ കൂടെ ഉള്ളവരും എന്തേലും ആവട്ടെ, എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ കാണിക്കുന്നത്. അതിപ്പോൾ നമുക്ക് അതിലൊന്നും കുറ്റപ്പെടുത്താനായിട്ട് പറ്റില്ലല്ലോ. പക്ഷേ ജീവിക്കാനാണെങ്കിൽ പോലും നമ്മൾ മറ്റുള്ളവരെ മുമ്പിച്ച് തിന്നുന്നത് തീരെ ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് തന്നെ. ഇത് എന്ത് പറഞ്ഞാലും അതിലേക്കാണ് എത്തുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ പറയാനായിട്ടുണ്ട്. ഇന്നിപ്പോൾ കേരളത്തിലെ 14 ജില്ലയിൽ നിന്നും 14 ജില്ലയിലുള്ള ആൾക്കാരും എന്താ പറയുക, ഭൂരിഭാഗം ആളുകൾ വണ്ടി കച്ചവടം ചെയ്യുന്നവരുണ്ട്. അതർ സ്റ്റേറ്റിൽ നിന്ന് പോയിട്ട് വണ്ടികൾ എടുക്കുന്നവരുണ്ട്. നല്ലതൊക്കെ തന്നെയാണ്, അതിലൊന്നും നമുക്കൊന്നും പറയാനായിട്ടില്ല. കാരണം എല്ലാവരും ഈ പറഞ്ഞ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് വണ്ടികൾ പോയി എടുക്കുന്നതും ഒക്കെ കച്ചവടം ചെയ്യുന്നതൊക്കെ. പക്ഷേ ഈ അതർ സ്റ്റേറ്റിൽ നിന്ന് പോയി വണ്ടി എടുക്കുന്ന അത്ര വലിയ റിസ്ക് പിടിച്ച പരിപാടിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ബിക്കോസ് പച്ച മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതർ സ്റ്റേറ്റിൽ നിന്ന് വണ്ടികൾ കൊണ്ടുവരുന്നതെന്ന് പറയുന്നത് ഒരു കള്ളക്കടത്ത് പോലെയാണ്. ബിക്കോസ് 10 കൊല്ലം കഴിയുമ്പോഴത്തേക്കും
അവിടുത്തെ വണ്ടികളൊക്കെ ലൈക്ക് ഒരു എന്താ പറയുക സ്ക്രാപ്പ് ഒരു ആക്രി പോലെ ആകും. അപ്പോൾ അത് നേരെ ഇങ്ങോട്ട് കേരളത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. അതെന്ന് പറഞ്ഞാൽ നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടായിരുന്നു. നമുക്ക് അതർ സ്റ്റേറ്റിൽ നിന്ന് പോയി വണ്ടികൾ എടുക്കുമ്പോൾ ഒരു രസം ഉണ്ടാകും. 4 ലക്ഷം രൂപക്കൊക്കെ നമുക്കൊരു പ്രോഫിറ്റിലിട്ട് നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ലാഭം വെച്ചിട്ടൊക്കെയാണ് എടുക്കണം. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇവിടുത്തെ ടാക്സും GST കാര്യങ്ങളൊക്കെ അടച്ച് വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഏകദേശം കേരള വണ്ടിയുടെ റേറ്റ് ആകും. അപ്പോൾ പിന്നെ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വില കുറഞ്ഞ് കിട്ടും മാത്രം. പക്ഷേ എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും എനിക്കിപ്പോൾ തോന്നുന്നില്ല കേട്ടോ. കേരള വണ്ടിയാണെങ്കിൽ അതർ സ്റ്റേറ്റ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരേ എന്താ പറയുക റേറ്റും കാര്യങ്ങളൊക്കെ ഒരേതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പാവപ്പിടിച്ച മലയാളികളെ പറ്റിക്കാനായിട്ട് കുറേ എണ്ണങ്ങളുണ്ട്. ഒരു വണ്ടി പോലും പ്രീമിയം അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രീമിയം വണ്ടികളല്ല, ലൈക്ക് നമ്മുടെ ഈ ടൊയോട്ട ക്രിസ്റ്റ, ഇന്നോവ, ഫോർച്യൂണർ, അങ്ങനത്തെ എത്തിയോസ്, അങ്ങനത്തെ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടല്ലോ. ആ വണ്ടിയുടെ കാര്യമൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഒരു വണ്ടിയും ജെനുവിനാണെന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയില്ല. ഒരു വണ്ടിയും ജെനുവിനാണെന്ന് ഞാൻ പറയില്ല. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉള്ള വണ്ടികളാണ് അവിടെ നിന്ന് വരുന്നത്. അത് ഇവിടെ വരുമ്പോഴത്തേക്കും പാവം മലയാളികളെ പറ്റിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ മല്ലൂസ് എന്ന് കാണുമ്പോൾ തന്നെ അവിടെ ഉള്ള ആളുകൾ നമ്മളെ നല്ല രീതിയിൽ പറ്റിക്കും. കാരണം 200 രൂപയുടെ സാധനം 2000 രൂപ പറയും. ഇതാണ് നമ്മൾ പറയണത്. നമ്മൾ ലോകം കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് മനസ്സിലാവും. ഞാൻ അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമ്മളത് കുറച്ചൊക്കെ നമുക്ക് ലോകപരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇന്നിപ്പോൾ അണ്ടനും അടലോനും ഈ പറഞ്ഞ പോലെ ആ സംഭവം അണ്ടനും അടല അത് തന്നെ എല്ലാവരും തന്നെ വണ്ടി കച്ചവടം ചെയ്യുന്നുണ്ട്. അത് മേ ബി എനിക്ക് തോന്നുന്നു ഇതിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ഒരൊറ്റ ഇതിൽ കൊണ്ടിട്ടായിരിക്കാം. ഒരേ സമയം പൈസ ഉണ്ടാക്കാനും പറ്റും, പൈസ പോവുകയും ചെയ്യും. ശത്രുക്കളെ ഉണ്ടാക്കാൻ പറ്റും, മിത്രങ്ങളെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫീൽഡാണ് വണ്ടി കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ കുറേ കഥകൾ പറഞ്ഞു. എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഞാനൊരു ഷോറൂം ഇടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഞാൻ പറ്റിച്ച് ജീവിക്കില്ല. അത് ഞാൻ എടുത്തൊരു തീരുമാനമാണ്. അതിപ്പോൾ ഇല്ല, ഒരു 2 വർഷം മുമ്പ് എടുത്ത തീരുമാനമാണ്. ഒരു കസ്റ്റമറെ ഞാൻ പറ്റിക്കത്തില്ല. എല്ലാവർക്കും നല്ല വണ്ടികൾ മാത്രം കൊടുത്ത് കച്ചവടം ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം എൻ്റെ അടുത്ത് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന കസ്റ്റമർ വീണ്ടും എൻ്റെ അടുത്ത് തന്നെ വന്ന് വണ്ടി എടുക്കണം. അത് എൻ്റെ ഒരു സെൽഫിഷാണ്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കരുതിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല. ബിക്കോസ് അത് എൻ്റെ സെൽഫിഷ് എന്ന് പറയാൻ പറ്റില്ല, അത് എൻ്റെ ഒരു കോൺഫിഡൻ്റ് ആണ്. ബിക്കോസ് എൻ്റെ അടുത്ത് നിന്ന് വണ്ടി എടുക്കുന്ന കസ്റ്റമർ നാളെ എൻ്റെ അടുത്ത് തന്നെ വന്ന് വീണ്ടും വണ്ടി എടുക്കണം. അത് എൻ്റെ ഒരു കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും നല്ല വണ്ടികൾ ഞാൻ കൊടുക്കുന്നതുകൊണ്ടിട്ട് ഞാൻ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. ഇനിയിപ്പോൾ അങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല വണ്ടികൾ മാത്രമേ എൻ്റെ കസ്റ്റമർക്ക് ഞാൻ കൊടുക്കത്തുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ തന്നെ നിങ്ങൾ ഇപ്പോൾ വണ്ടികളൊക്കെ കൊടുക്കാനായിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ വണ്ടികളൊക്കെ നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ക്യാഷ് പർച്ചേസും ചെയ്യുന്നുണ്ട്, പാർക്ക് ആൻഡ് സെയിലും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ക്യാഷ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വണ്ടികൾ എടുക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി എനിക്ക് അവിടെ ഒരു പ്രോഫിറ്റ് വേണം. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നൊരു റേറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർക്ക് ആൻഡ് സെയിലാണ്. നിങ്ങൾക്ക് പാർക്ക് ആൻഡ് സെയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോഹവിലയൊക്കെ ഒരു മാർക്കറ്റ് റേറ്റ് ആണ് കേട്ടോ. അതിൽ നിങ്ങൾക്ക് വണ്ടികൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യാമെന്നുള്ളത്. എന്നിട്ട് എനിക്ക് കമ്മീഷൻ തന്നാൽ മതി. അങ്ങനെ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫിനാൻഷ്യലി എന്താ പറയുക, എല്ലാവർക്കും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വരും. അന്ന് പറഞ്ഞിട്ട് പോയി ആത്മഹത്യ ചെയ്യില്ല കേട്ടോ. അത് ശരിയല്ല ഗൈസ്. ഇപ്പോൾ വണ്ടികളൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ കടമൊക്കെ വന്നു കഴിഞ്ഞ് അങ്ങനെ ചെയ്യണതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്തത് നിങ്ങൾക്ക് ഇത്ര വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പോൾ 2 ദിവസമായിട്ട് 2 കസ്റ്റമറെ വെച്ചിട്ട് ഞാൻ 2 കസ്റ്റമർ വെച്ച് പറയുന്നൊരു കാര്യമാണ്. ഭയങ്കര കടമാണ്. എനിക്ക് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, തൂങ്ങി മരിക്കുക എന്നുള്ളത്. അപ്പോൾ ഞാനൊക്കെ എത്ര പ്രാവശ്യം തൂങ്ങി മരിക്കണം എൻ്റെ ദൈവമേ. അതൊരു സൊല്യൂഷനല്ല. ഓക്കെ, അപ്പോൾ ഗൈസ് എന്താ പറഞ്ഞത്, യെസ്, നമ്മൾ ചെറിയ രീതിയിൽ ഒരു ഷോറൂം നമ്മൾ ഇടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എനിക്ക് അത്രയും മാത്രമേ പറയാനായിട്ടുള്ളൂ. ഡയറക്റ്റ് ഓണേഴ്സിൻ്റെ വണ്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ സെറ്റാണ്. എനിക്ക് അത്രേ പറയാനായിട്ടുള്ളൂ. എനിക്ക് കൂടുതലും ഡയറക്റ്റ് ഓണേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെ വണ്ടികൾ എടുക്കാനായിട്ടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഡീലേഴ്സും വന്നോട്ടെ, കാരണം അവർക്കും ജീവിക്കണമല്ലോ, അവരും ജീവിക്കണം, അവരും വളരണം.
ഞാൻ വളരുമ്പോൾ എൻ്റെ കൂടെയുള്ള എല്ലാവരും വളരണം. എനിക്കത് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു കാര്യമാണ്, ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അങ്ങനെയെങ്കിലും അവർ രക്ഷപ്പെടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴത്തേക്കും നോർമലി യെസ് അവൻ കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്നുള്ള ഒരു ചിന്താഗതി അവിടെ അവർ വേണ്ട, അത് വേണ്ട. എന്നാലും ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു പേഴ്സണലി ഞാനെന്തീ പറയണത്, പറഞ്ഞൊന്നും വേറൊന്നുമല്ല. ഇപ്പോൾ എന്താണ്, ഞാനൊരുപാട് പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് നല്ല രീതിയിൽ 8ൻ്റെ പണിയായിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് കൂടെയുള്ളവർ രക്ഷപ്പെട്ടോട്ടെ, പക്ഷേ എനിക്കൊരു പ്രശ്നമായിട്ട് വരരുതെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാൻ തോന്നി, ഞാൻ പറഞ്ഞു. ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, അത് ഞാൻ നിങ്ങളുടെ വഴിയേ ഞാൻ പറയാം. ഓക്കെ.